ജിമാരുടെ വാർത്താ സമ്മേളനത്തിൽ കൃത്യമായി തന്നെ കഴിഞ്ഞ ഓപ്പറേഷൻ സിന്ദൂറിൽ നടന്ന വിവരങ്ങൾ വിവരിക്കുകയായിരുന്നു. അവർ ചൂണ്ടിക്കാട്ടിച്ചത് ഇന്ത്യ ആദ്യം തന്നെ ലക്ഷ്യമിട്ടത് ഭീകര താവളങ്ങളായിരുന്നു. കൃത്യമായ മൈക്രോസ്കോപ്പ് പോലെ തന്നെയായിരുന്നു. കാര്യം പല തരത്തിലുള്ള ഒരു വിഷയങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ പോലും സൈനിക കേന്ദ്രങ്ങളെ ആക്രമിക്കാതെ, ജനവാസ കേന്ദ്രങ്ങളെ ആക്രമിക്കാതെ ഭീകര താവളങ്ങളെ മാത്രം ലക്ഷ്യമിട്ടുള്ള ആക്രമണമാണ് ആദ്യം ഇന്ത്യ നടത്തിയത്. അത് പഹൽഗാമിലുള്ള ഒരു കൃത്യമായ തിരിച്ചടി തന്നെയായിരുന്നു ഈ ആക്രമണം എന്ന് തന്നെയാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. മാത്രമല്ല, ഈ ഭീകര താവളങ്ങൾ ആക്രമിക്കുക വഴി കൃത്യമായ ഒരു സന്ദേശമാണ് നൽകിയത്. കാര്യം പാക് മണ്ണിലായാലും അവിടെ നിന്നുകൊണ്ട് ഇന്ത്യയിലേക്കുള്ള ഒരു തീവ്രവാദം നടത്താൻ അനുവദിക്കില്ല എന്നുള്ള ഒരു കൃത്യമായ സന്ദേശം തന്നെയാണ് നൽകിയത്. ഇരുനില കെട്ടിടം തന്നെയാണ് മുരിക്കയിലെ തകർത്ത് കളഞ്ഞത്. മാത്രമല്ല, ഇവരെ കൊല്ലപ്പെട്ടവരിൽ UN ഭീകര പട്ടികയിലുള്ള ഭീകരവാദികൾ വരെ ഉണ്ട് എന്നുള്ളൊരു കാര്യം കൃത്യമായി സ്ഥിരീകരിക്കുകയായിരുന്നു. ഇതിനു മുമ്പുള്ള വാർത്താ സമ്മേളനത്തിലൊന്നും എത്ര ഭീകരന്മാരാണ് കൊല്ലപ്പെട്ടത്, അല്ലെങ്കിൽ ഏതൊക്കെ തരത്തിലുള്ള ഭീകരന്മാരാണ് കൊല്ലപ്പെട്ടത് എന്നുള്ളൊരു കാര്യം കൃത്യമായി പറഞ്ഞിരുന്നില്ല. ഇത് കൃത്യമായി പറഞ്ഞിരിക്കുകയാണ്. 100-ലധികം തീവ്രവാദികളാണ് കൊല്ലപ്പെട്ടത്. അതിൽ ഹാഫീസ് മുഹമ്മദ് സെയ്ദ്, അബ്ദുൾ റൌഫ് അടക്കമുള്ള തീവ്രവാദികൾ കൊല്ലപ്പെട്ടു എന്നുള്ളൊരു കാര്യം തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇതുകൂടാതെ മറ്റൊരു കാര്യം കൂടി പറഞ്ഞിരിക്കുന്നത്, ഇന്ത്യ ലക്ഷ്യമിട്ടത് ഒരു കാരണവശാലും ഒരു ജനവാസ കേന്ദ്രങ്ങളായിരുന്നില്ല. പക്ഷേ പാകിസ്ഥാൻ തിരിച്ച് ആക്രമിക്കാൻ തുടങ്ങിയത് പാകിസ്ഥാന്റെ ഡ്രോണുകളും പാകിസ്ഥാന്റെ മിസൈലുകളും കടന്നു വന്നത് സൈനിക കേന്ദ്രങ്ങളിലേക്കായിരുന്നു. പ്രധാനപ്പെട്ട 11 ഇന്ത്യയിലെ സൈനിക കേന്ദ്രങ്ങളാണ് ലക്ഷ്യമിട്ടത്. ഇതോടുകൂടി തന്നെയാണ് ഇന്ത്യ അങ്ങോട്ട് തിരിച്ചടി വളരെ ശക്തമാക്കിയത്. അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് പല എയർഫീൽഡുകളും, ഇസ്ലാമാബാദിലെ വിമാനത്താവളം, റഹീം യാർ ഖാൻ വിമാനത്താവളം, ചുനിയാൻ വ്യോമ പ്രതിരോധ താവളം, സർഗോദ വിമാനത്താവളം തുടങ്ങിയ തന്ത്രപ്രധാനമായ മേഖലകൾ, എയർ സ്ട്രിപ്പുകൾ ഇന്ത്യ ആക്രമിച്ചു എന്നുള്ള ഒരു കാര്യം കൂടിയാണ് ഇപ്പോൾ തുറന്നു പറയുന്നത്. ഈ ഡിജിമാർ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ കൃത്യമായി ഇക്കാര്യങ്ങൾ തന്നെയാണ് അറിയിക്കുന്നത്. മാത്രമല്ല, ലാഹോറിലും ഗുജറൻവാലയിലും റഡാർ സ്റ്റേഷനുകൾ ആക്രമിച്ചു. ഈ 3 സംയുക്ത സേനകളുടെയും വൈസ് അഡ്മിറൽമാർ അടക്കമുള്ളവർ, DG അടക്കമുള്ളവർ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ നേവി ഇതുവരെ ഒരു വാർത്താ സമ്മേളനം നടത്തിയിരുന്നില്ല. നേവി കൂടി ആദ്യമായി വാർത്താ സമ്മേളനം നടത്തുകയായിരുന്നു. ഈ വൈസ് അഡ്മിറൽ സൂചിപ്പിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം, അന്തർവാഹിനികളും യുദ്ധക്കപ്പലുകളും ഇതിനുവേണ്ടി ആക്രമിച്ചു. മാത്രമല്ല, ഇന്ത്യൻ നേവിയുടെ ലക്ഷ്യസ്ഥാനത്ത് കറാച്ചി ഉൾപ്പെടെ ഉണ്ടായിരുന്നു എന്നുള്ളൊരു കാര്യം കൂടിയാണ് പറയുന്നത്. മാത്രമല്ല, ഈ ആളെണ്ണം നോക്കിക്കഴിയുമ്പോൾ, അതായത് ജീവൻ നഷ്ടമായവരുടെ എണ്ണം നോക്കിക്കഴിയുമ്പോൾ ഇന്ത്യയിലെ 5 സൈനികർക്ക് വീരമൃത്യു സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ പാകിസ്ഥാനിൽ 35 മുതൽ 40 വരെ പട്ടാളക്കാരാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. അത് ഓഫീസർ റാങ്ക് അടക്കമുള്ളവരാണ് കൊല്ലപ്പെട്ടത് എന്നുള്ളൊരു കാര്യം കൂടിയാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിൽ എത്ര വിമാനം നഷ്ടമായി എന്നുള്ളൊരു കാര്യം ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവർ പറയുന്നത്, എത്ര വിമാനം നഷ്ടമായി, ഇന്ത്യക്കായാലും എത്ര വിമാനം നഷ്ടമായി എന്നുള്ളൊരു കാര്യം കൃത്യമായി പറയുന്നില്ല. പക്ഷേ അത് പറയാനാവാത്ത ഒരു സാഹചര്യമാണ്. ലക്ഷ്യം കണ്ടോ, വിജയം നേടിയോ എന്നുള്ളൊരു കാര്യം മാത്രമാണ് ഇവിടെ ഉന്നയിക്കുന്നത്. കൃത്യമായ ഇന്ത്യ എന്താണോ ഉദ്ദേശിച്ചത്, തീവ്രവാദ കേന്ദ്രങ്ങൾ അമർച്ച ചെയ്യുക, പാകിസ്ഥാൻ കൃത്യമായ മറുപടി നൽകുക, ഇതെല്ലാം നടത്തുന്നതിൽ ഇന്ത്യ പൂർണ്ണ വിജയം എന്നാണ് ഈ സേന DGമാർ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത്.